ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പനീർ വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്, പനീർ ബട്ടർ മസാല. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടിയത് പനീർ തന്നെയാണ്. ഞാനിവിടെ ഒരു 400 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വലിയ തക്കാളി എടുത്ത് കുറച്ച് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 25 കാഷ്യൂസ് എടുത്ത് സോക്ക് ചെയ്യാനും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ സ്പൈസസ്, പട്ടയും ഗ്രാമ്പും ഏലക്കയും, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ പനീരൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഈ പനീർ എപ്പോഴും നമ്മൾ പതുക്കെ തന്നെ ഇളക്കിയെടുക്കാൻ പാടുള്ളൂ. നല്ല ഹാർഡായിട്ട് ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോകും. അത്ര സോഫ്റ്റായിട്ടുള്ളൊരു ഐറ്റമല്ല പനീർ. ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടറിൽ. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ളൊരു മസാല തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ബട്ടർ തന്നെയാണ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കണക്കാക്കി ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ പട്ടയും ഗ്രാമ്പ് ഇലക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഗ്രേവി തയ്യാറാക്കാനുള്ളൊരു മസാലയുണ്ട്. നമ്മൾ ശരിക്കും ഇത് അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 2 വലിയ സവാള ചെറുതായി അരിയേണ്ട ആവശ്യമില്ല, അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. കാരണം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണല്ലോ. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഈ തക്കാളി ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. തക്കാളിയും അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കാഷ്യൂസൊക്കെ അരക്കുമ്പോഴാണ് ഈ കറിയിൽ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല അരക്കാനുള്ളൊരു മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇത് വേവിച്ചെടുക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ച് വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്, എന്നാൽ ഫുള്ള് വെള്ളം വറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ചൂടാറാൻ വെക്കാം ഓഫ് ചെയ്തിട്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ലോണം വെന്തത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അരഞ്ഞ് കിട്ടും. ഇനിയാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കാൻ പോണത്. അപ്പോൾ ഒരു പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു പീസ് പട്ട ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടിയും, ഒരു എരിവിന് ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കുള്ളൂ ഇങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, ടൊമാറ്റോ ഒനിയൻ പേസ്റ്റ് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പനീർ ബട്ടർ മസാല എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഗ്രേവി തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട്, നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്, ഇനി പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു അല്പം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മസാല ഓൾറെഡി വേവിച്ചത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് കൂടുതൽ ഇനി തിളക്കേണ്ട ആവശ്യമില്ല. ഒരു 5-6 മിനിറ്റ് തിളച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് അല്പം കസൂരി മെത്തിയും കൂടെ ഒന്ന് വിതറി കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീരിട്ട് കൊടുക്കുക. പനീരിട്ടതിന് ശേഷം ഒരുപാട് ഇങ്ങനെ സ്പീഡിൽ ഇളക്കേണ്ട ആവശ്യമില്ല, സോഫ്റ്റായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിനി അടുത്തതായിട്ട് ഫ്രഷ് ക്രീം, ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രഷ് ക്രീമും കാഷ്യൂസൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ കറി നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളത്. നമുക്ക് അറിയാൻ പറ്റും അത്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളക്കണ്ട, തിള വന്നാൽ മതി. ഒന്ന് തിളച്ചിങ്ങനെ വരുന്ന കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഞാൻ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. മേലെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ വെച്ച് ഗാർണിഷ് ചെയ്താൽ പിന്നെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.